വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്നതിനായി കൊണ്ടുവന്ന ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകില്ല. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച കേസിന് ബലം പകരാനുള്ള സർക്കാരിന്റെ നീക്കമാണ് നിയമ ഭേദഗതി ഓർഡിനൻസ് എന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത്. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു നിയമ ഭേദഗതിയിലൂടെ വരുത്തിയത്. ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകാതെ നിയമം പ്രാബല്യത്തിൽ വരില്ല. മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് രാജ്ഭവനിലെത്തിയെങ്കിലും ഗവർണർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. VC നിയമനത്തിൽ സർക്കാരിന്റെ മേധാവിത്വം ഉറപ്പാക്കുന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കില്ല. ഓർഡിനൻസ് പാസാക്കിയവർ പോലും അതിന് അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് രാജ്ഭവന്റെ പ്രതികരണം. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച കേസിലെ വാദങ്ങൾക്ക് ബലം പകരുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നതെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. സർവകലാശാലകളിലെ VC നിയമനത്തിന് സർക്കാരും ഗവർണറും യോജിച്ച് സംവിധാനമൊരുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. ഇതുപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നുവെന്ന വാദമുയർത്താനാണ് സർക്കാർ തിടുക്കപ്പെട്ട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചതെന്നും ഗവർണർ കരുതുന്നു. മറ്റന്നാൾ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കോടതി നിർദ്ദേശം അറിഞ്ഞ ശേഷമായിരിക്കും സർക്കാരിന്റെ അടുത്ത നീക്കങ്ങൾ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.